നമസ്കാരം. റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകാൻ അറ്റകൈക്ക് അമേരിക്ക കളമൊരുക്കുകയാണ്. വമ്പൻ നീക്കങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരു വശമെന്ന നിലയിൽ ഉക്രൈനിലെ സമാധാനത്തിലേക്കുള്ള പാത രൂപപ്പെടുത്താൻ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു കഴിഞ്ഞു. ജൂൺ 15 മുതൽ 16 വരെ സ്വിറ്റ്സർലൻഡിലെ ലൂസണിൽ നടക്കുന്ന ഉക്രൈൻ സമാധാന ഉച്ചകോടിയിൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനൊപ്പം US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനും പങ്കെടുക്കും. ലോസ് ഏഞ്ചൽസിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് താരനിബിഡമായ ധനസമാഹരണ പരിപാടിയിൽ പങ്കെടുക്കാനിരിക്കെ US പ്രസിഡന്റ് ജോ ബൈഡൻ 2 ദിവസത്തെ ഉച്ചകോടി ഒഴിവാക്കുമെന്നാണ് വിവരം. സ്വിറ്റ്സർലൻഡ് ഉച്ചകോടിയിൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസും സള്ളിവനും നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം ഉറപ്പാക്കാനുള്ള ഉക്രൈന്റെ ശ്രമത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുമെന്നാണ് ദേശീയ സുരക്ഷാ കമ്മ്യൂണിക്കേഷൻസ് ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞത്. സമാധാന സമ്മേളനത്തിൽ ഉക്രൈന്റെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും UN ചാർട്ടറിന്റെ തത്വങ്ങളെയും അടിസ്ഥാനമാക്കി നീതിപൂർവവും ശാശ്വതവുമായ സമാധാനം ഉറപ്പാക്കാനുള്ള ഉക്രൈന്റെ ശ്രമത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ബൈഡൻ ഹാരിസ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത അടിവരയിടും എന്നും കിർബി പറയുന്നുണ്ട്. എന്തുകൊണ്ട് ബൈഡൻ പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്ന വേളയിൽ സമാധാന കരാറിന്റെ ഉറച്ച പിന്തുണക്കാരനാണ് ബൈഡൻ എന്നാണ് കിർബി പറഞ്ഞത്. മുമ്പത്തെ ഉക്രൈൻ സമാധാന ഉച്ചകോടികളിൽ ഓരോന്നിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് സെലൻസ്കി മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ ഏറ്റവും ശക്തവും ഉറച്ച പിന്തുണക്കാരുമാണ് അമേരിക്ക. അതേസമയം മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കരുതെന്ന് സമ്മർദ്ദം ചെലുത്തി സമാധാന സമ്മേളനം തകർക്കാൻ റഷ്യയുടെ ശ്രമങ്ങളെ ചൈന സഹായിക്കുകയാണെന്ന് സെലൻസ്കി പറയുന്നുണ്ട്. ഷാഗീല ഡയലോഗിൽ പങ്കെടുക്കാൻ സിംഗപ്പൂരിലെത്തിയ സെലൻസ്കി കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉച്ചകോടി തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വ്യവസ്ഥാപിതവും അഭൂതപൂർവമായ അളവിലുള്ളതാണെന്നാണ് ഉക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിട്രോ കുലേബ പറഞ്ഞത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് 106 രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥിരീകരണം കൈവരുണ്ടായെന്നും സെലൻസ്കി പറയുന്നുണ്ട്. അതിനിടെ റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പക്ഷേ ഉക്രൈൻ അത്തരം സന്നദ്ധത കാണിക്കുന്നില്ല എന്നും ലണ്ടനിലെ റഷ്യൻ അംബാസിഡർ ആന്ത്രേ കെലിൻ പറയുന്നുണ്ട്. ഞങ്ങൾ 1 വർഷം മുമ്പ് തയ്യാറായിരുന്നു എല്ലാ ചർച്ചകൾക്കും, ഇപ്പോഴും തയ്യാറാണ് താനും. പക്ഷേ ഉക്രൈൻ ഇത്തരത്തിലുള്ള ചർച്ചകൾ നിയമപ്രകാരം പരസ്യമായി നിരോധിച്ചിരിക്കുന്നു എന്നതാണ് പ്രശ്നമെന്നാണ് റഷ്യയുടെ പക്ഷം. റഷ്യ ഉക്രൈൻ സമാധാന സമ്മേളനം സംഘടിപ്പിക്കാൻ ചൈനയ്ക്ക് കഴിയുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് എടുത്തു പറഞ്ഞത്. സംഘർഷത്തിന്റെ മൂല കാരണങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടതുണ്ട് എന്നും എല്ലാ കക്ഷികളുടെയും നിയമപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും ചൈനയുടെ നിലപാട്, അതായത് തുല്യവും അവിഭാജ്യവുമായ സുരക്ഷയുടെ തത്വം പങ്കിടുന്നുവെന്നാണ് ലാവ്റോവ് പറഞ്ഞത്. യോഗത്തിന്റെ ക്രമീകരണവും ചൈനയുടെ നിലപാടുകളും അന്താരാഷ്ട്ര സമൂഹത്തിലെ സാർവത്രിക പ്രതീക്ഷയും തമ്മിൽ വ്യക്തമായ വിടവുള്ളതിനാൽ സ്വിറ്റ്സർലൻഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്നാണ് ചൈനയും അറിയിച്ചത്. റഷ്യയുടെയും ഉക്രൈന്റെയും തുല്യ പങ്കാളിത്തവും എല്ലാ സമാധാന പദ്ധതികളെക്കുറിച്ചും ന്യായമായ ചർച്ചകൾ ഉച്ചകോടിയിൽ വേണം. അതിന് സാധ്യത കാണുന്നില്ല എന്ന തരത്തിൽ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് രംഗത്ത് വന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് ആതിഥേയത്വം വഹിക്കുന്ന സമാധാന ചർച്ചകൾ സെലൻസ്കി നിർദ്ദേശിച്ചതാണ്. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അഭിപ്രായം ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യ ഉക്രൈൻ സംഘർഷം 3 വർഷത്തിലേറെ നീണ്ടു നിൽക്കുകയും ഇരു രാജ്യങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സിവിലിയൻ നാശനഷ്ടങ്ങൾക്കും എല്ലാ തരത്തിലും വലിയ നാശങ്ങൾ വരുത്തുകയും ചെയ്തു. ഇപ്പോഴും യുദ്ധം അനന്തമായി തുടരുക തന്നെയാണ്. ആ നിലയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് അത്യാവശ്യ കാര്യമാണ്. എന്തായാലും റഷ്യ ഈ ഒരു തീരുമാനത്തിൽ എന്താകും മറുപടി പറയുക എന്നതിനെ ലോകം ഉറ്റുനോക്കുകയാണ്. സമാധാന ചർച്ചകൾക്കായി ഉക്രൈൻ മുന്നോട്ട് വരുമ്പോൾ റഷ്യയുടെ നീക്കം എങ്ങനെയായിരിക്കും? അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ എന്തായിരിക്കും റഷ്യയുടെ പ്രതികരണം? എത്തരത്തിൽ ഈ ഒരു യുദ്ധം അവസാനിക്കും എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആക്രമണങ്ങൾ കൂടുതൽ കടുപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പുടിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു രൂപരേഖ ഇനിയും വരാനുണ്ട്. എന്തായാലും ലോകമൊന്നാകെ സമാധാനത്തിനായുള്ള പാതകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടത് ലോകത്തിന്റെ തന്നെ ആവശ്യമായി മാറിയിരിക്കുകയുമാണ്.